ഹലോ. അപ്പോൾ കുറേ നാളായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. പക്ഷേ ഇന്ന് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കും എന്തോ ഒരു കുറ്റബോധം പോലെ തോന്നും. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വലിയൊരു ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ന്യൂസ് വരുന്നത് എന്താ വെച്ചാൽ, ഒരു കുട്ടി കളിക്കുന്നതിനിടയിൽ വീണു, ചുണ്ട് മുറിയുന്നു. ചുണ്ട് മുറിഞ്ഞിട്ട് നമ്മുടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോകുന്നു. അവിടെ നിന്ന് സ്റ്റിച്ച് ഇടണമെന്ന് പറയുന്നു. സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്നു. അനസ്തേഷ്യ കൊടുത്തതിന് പിന്നാലെ കുട്ടി ബോധമില്ലാണ്ട് വീഴുന്നു. ഹൃദയാഘാതം എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പല പല ന്യൂസും വരുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള ഡീറ്റെയിൽസ് നമുക്കും അറിയില്ല. കാരണം അനസ്തേഷ്യ കൊടുത്ത ഡോക്ടേഴ്സിനും അത് കുട്ടിയെ നോക്കിയ ഡോക്ടറിനും അവിടുത്തെ നഴ്സുമാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മളിലേക്ക് എത്തുന്ന ന്യൂസ് ഇതാണ്. അപ്പോൾ നമ്മളത് വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എത്ര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ഒരു നിസ്സാരമായിട്ടൊന്ന് വീഴുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നത്, നമ്മൾ എന്താ ചെയ്യും, നമ്മുടെ മക്കളെ ഒന്ന് വീണെന്ന് അറിയുമ്പോൾ നമ്മുടെ മനസ്സാണ് സങ്കടപ്പെടുന്നത് അല്ലേ. അത് കണ്ടിട്ട് നമ്മൾ ഓടിപ്പോകുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ ആ ഒരു മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് പോയ സംഭവം ഇത്രയും ഗുരുതര അവസ്ഥയിലാണ് എത്തിയിട്ടുള്ളത്. കാരണം കുട്ടി ബോധമില്ലാണ്ട് ഇപ്പോൾ വെൻറ്റിലേറ്ററിലാണ് തുടരുന്നത്. അപ്പോൾ എന്താവും എന്നുള്ള കാര്യം ആർക്കൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും ക്രിട്ടിക്കലാണ് പോകുന്നതാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നി. സങ്കടം കേൾക്കുന്ന ഓരോ ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കില്ലേ, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കാണിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പയ്യന്നൂർ. അതായത് മുന്നേ അനാമയാണ് ഉണ്ടായത്, ഇപ്പോൾ അത് BMH ആയി. അപ്പോൾ ഞാൻ ഇത്രയും കാലം 10 വർഷത്തിന് മുകളിലായി ഞാൻ അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വെച്ചാൽ, നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമല്ലോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഡോക്ടർ. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും ഓടിച്ചെല്ലാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഡോക്ടർ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഈ പീരീഡ്സ് സമയത്ത് വേദനയൊക്കെ വരും. അതുപോലെ തന്നെ എൻ്റെ മോളെ ഡെലിവറി ആകുമ്പോൾ അതിന് മുന്നേയുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുത്ത ഡോക്ടറാണ് ഡോക്ടർ വിഷൻ ഡോക്ടർ. അപ്പോൾ വിഷൻ ഡോക്ടർ എന്ന ആ ഡോക്ടറിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ എടുക്കുന്നത്. ഇപ്പം വിഷൻ ഡോക്ടർ ഗവൺമെൻറ്റിലാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അവിടെ നമ്മൾ പോയിട്ട് കാണിക്കുള്ളൂ. കാരണം ആ ഒരു ഡോക്ടറെ മാത്രം വെച്ചിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ പരിചയം ഉള്ളതുകൊണ്ട് ഇപ്പം BMH ആയതിനെ പറ്റി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നല്ല പോലെ അവർ കാശ്, അതായത് പൈസ നമ്മളെ സാധാരണക്കാരിൽ നിന്നും ഈടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് തുറന്ന് പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സാധാരണക്കാരനല്ലേ. പക്ഷെ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ജീവനാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യുമല്ലേ. നമ്മൾ സ്വർണ്ണമാണെങ്കിൽ സ്വർണ്ണം വിൽക്കും, വീടാണെങ്കിൽ വീട് വിൽക്കും. അങ്ങനെ നമുക്കുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എല്ലാ സൗകര്യമുള്ള ഹോസ്പിറ്റൽ പരമാവധി നോക്കുമല്ലേ. അപ്പോൾ പയ്യന്നൂരുകാർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പോലുള്ള ഒരു ഹോസ്പിറ്റൽ വരുന്നത്. കാരണം എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മരുന്നുകളും നല്ല ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ബേബി മെമ്മോറിയൽ കിട്ടും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, പൈസ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചികിത്സിക്കും. അപ്പോൾ അത്രയും നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് തിരിച്ച് കിട്ടുന്നത് അത്രയും കെയർ ഇല്ലാത്ത കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വേദനാജനകമാണ്. കാരണം എന്താ പറയാമെന്നറിയില്ല. കാരണം ആ കുട്ടിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും. കാരണം ആ കുട്ടി അവർക്ക് 8 വർഷത്തിന് മുകളിൽ കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടി ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ശരിക്കും അറിയില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു കേട്ടുന്ന അറിവാണ്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ ഒന്ന് ഷോക്കായി. ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ പറയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഭാഗത്തുനിന്ന് ഇത്രയും ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കേണ്ടതല്ലേ. പിന്നെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്, ഒരു സത്യം തുറന്നു പറയുകയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ കുട്ടിയുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ പോയാലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ,
ഞാൻ എൻ്റെ മോളെയും കൊണ്ട് പനിക്കൊക്കെ കാണിക്കാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവർ അഡ്മിഷൻ പറയും. കാരണം ഇപ്പോഴത്തെ പനി അങ്ങനെയാണ്, അഡ്മിഷൻ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെയാണ് അവർ ഫസ്റ്റ് തന്നെ പറയൽ. പക്ഷേ അഡ്മിഷൻ അത്രയും നമുക്ക് സീരിയസ് ആയിട്ടുള്ള കേസിലാണ് നമ്മൾ അഡ്മിഷനൊക്കെ കൊടുക്കേണ്ടത് അല്ലേ. ചെറിയ പനിയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ദിവസമെങ്കിലും മരുന്ന് കഴിച്ച് നോക്കാൻ പറയും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡേ ഒന്ന് സിറപ്പോ എന്തെങ്കിലും കൊടുത്തിട്ട് കുറയോ നോക്ക്, എന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറയുന്നതല്ലേ ശരിക്കും ഒരു പറഞ്ഞാലൊരു ശരിയായ അവസ്ഥ. ഇത് പോയി എൻ്റെ സിസ്റ്ററിൻ്റെ മോനുണ്ട്, അവനും ഇതിനിടയ്ക്ക് ഒരു ചെറിയ ജലദോഷം ചൂട് പോലെയൊക്കെ തോന്നി അവിടെ കൊണ്ട് കാണിച്ചാടും പറയുന്ന അവസ്ഥ ഇപ്പോഴത്തെ പനിയാണ്, വേഗം തന്നെ അഡ്മിറ്റ് ആവണം. അഡ്മിറ്റ് ആവണം എന്നുള്ള വാക്കാണ് അവർ ഫസ്റ്റ് തന്നെ പറയുന്നത്. അല്ലാണ്ട് 2-3 ദിവസം മരുന്ന് കഴിച്ച് നോക്ക്, കുറവില്ലെങ്കിൽ വാ, അങ്ങനെയുള്ള ആ ഒരു സംഭവം അവർ ഭാഗത്തുനിന്ന് പറയുന്നേ ഇല്ല. ഫസ്റ്റ് തന്നെ അഡ്മിഷൻ, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ പറയാനുള്ളത് പൈസയുടെ കാര്യമാണ്. സാധാരണക്കാരന് ഒരിക്കലും പോയിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയ പൈസയാണ് അവർ ഈടാക്കുന്നത്. പൈസ ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കാം. എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു 2 ആഴ്ച മുന്നേ ഞാനവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഷുഗർ ഇത്തിരി കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വന്നു. ഞാൻ അഡ്മിറ്റ് ആയത് 20/6/2026 വൈകുന്നേരം ഞാൻ അഡ്മിറ്റ് ആവുന്നു. 20/6/2026 വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 7 മണി, ആ രാത്രി സമയത്ത് ഞാൻ പോയി അഡ്മിറ്റ് ആവുന്നു. 21-ന് അവിടെ കിടക്കുന്നു, 22-ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഒരു ഡേ മാത്രമാണ് അവിടെ ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു ഡേക്ക് ആയിട്ടുള്ള പൈസയാണ് 10,980. കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ഡേ ഒരു ഷുഗർ വന്നത്, അതിന് മാത്രമാണ് ഞാനവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കായിട്ടുള്ള പൈസയാണ് 10,980. പിന്നെ നമുക്ക് എക്സ്ട്രാ ചിലവ് വരുമല്ലോ, അതൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. അവിടുത്തെ റൂമും അവിടുത്തെ മരുന്നിൻ്റെ പൈസയും, അതുമാത്രമാണ് ഇത്ര. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് ഒരു 1-2 ദിവസം അല്ലെങ്കിൽ 1-2-3 ദിവസം അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കയ്യിൽ നിന്ന് പൈസ പോകുമല്ലേ. അപ്പോൾ ഒരു റൂമിന് മാത്രമാണ് എത്ര പറയുന്നത്, 3,600 രൂപയാണ് ആയത്. അക്കോമഡേഷൻ ഫീസ് പറയുന്നത് 3,600 രൂപയാണ്. അപ്പോൾ നിസ്സാരമെന്ന് പറയുന്ന ഷുഗർ, അവിടെ കിടന്നിട്ട് ഷുഗർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ നോക്കുന്ന കാര്യം, വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നില്ല, അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡോക്ടേഴ്സ് വരുമല്ലോ, അവരുടെ ആ ഒരു ഫീസ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഷുഗറിന്. അപ്പോൾ ഈ ഒരു ഷുഗറിന് ഒരു ഡേ അഡ്മിറ്റായ ഫീസാണ് ഇത്രയും എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പൈസ ഈടാക്കുന്നുണ്ട് ഉള്ള കാര്യം ഞാനൊന്ന് നിങ്ങളോട് തുറന്ന് പറയാമെന്ന് വിചാരിച്ചു. വീണ്ടും പറയട്ടെ, ഞാൻ ഹോസ്പിറ്റലിനെ അങ്ങനെ ഏറ്റവും കൂടുതൽ തരം താഴ്ത്തി പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് ബേബി മെമ്മോറിയൽ പയ്യന്നൂർ ഹോസ്പിറ്റൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അവസ്ഥ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. ഇതാണ് അവിടുത്തെ ഒരു ദിവസത്തെ ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് നല്ല പൈസയൊക്കെ ഉള്ളവർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ. ഒരു സാധാരണക്കാരന് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബില്ല് അവർ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ പൈസയാണ് ഓരോന്നിനും, സ്കാനിങ്ങിനാണെങ്കിലും എക്സ്റേക്കാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് ചെയ്യുന്നതിനെക്കാട്ടി കുറച്ച് പൈസ അധികമാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കും എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പൈസ ഈടാക്കുന്നതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റും കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്ന് നമുക്കറിയില്ല. പക്ഷേ അനസ്തേഷ്യ കൊടുത്തപ്പോഴാണ് കുട്ടിക്ക് ഇങ്ങനെ ആയത് പറയുമ്പോൾ നമുക്കും സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. കാരണം ഇന്നലെ വരെ കളിച്ച് ഓടി നടന്ന കുട്ടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയ പിന്നെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ജീവൻ കളഞ്ഞിട്ട് വരുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ ഒരിക്കലും നല്ലതല്ല. പൈസ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള അതിന് കണക്കായിട്ടുള്ള മൂല്യം നമുക്കും തിരിച്ചു കിട്ടണം അല്ലേ. ഈടാക്കുന്നത് ഇപ്പം നമ്മളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാന്യത ഹോസ്പിറ്റലുകാരും തിരിച്ചു തരണം. അത്രയും കെയറും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും ഒക്കെ തിരിച്ചു കിട്ടണം.
അപ്പോൾ ഇപ്പോൾ കുറച്ച് അനാമയ മുന്നേ ഉണ്ടായപ്പോൾ ഇത്രയും വലിയൊരു ഉണ്ടായിട്ടോ. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും ട്രീറ്റ്മെൻറ്റ് എടുത്തതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആയപ്പോഴാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്ന് തുടങ്ങിയതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാര്യം നിങ്ങളും കൂടി ഒന്ന് അറിയണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ന് വെച്ചാൽ വെറും സാധാരണക്കാരിയാണ് കേട്ടോ. കാരണം സാധാരണക്കാരിലും സാധാരണക്കാരനാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫ് എങ്ങനെ പോകുന്നത് നമുക്കേ അറിയില്ല. കാരണം നമ്മളെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യുക, ഇല്ലതൊക്കെ പണയം വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. പക്ഷെ തിരിച്ച് നമുക്ക് ആ ഒരു വാല്യൂ ഇങ്ങോട്ട് കിട്ടാണ്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സങ്കടമുണ്ട്. അതറിയിക്കണം തോന്നി. അപ്പോൾ ഞാൻ ബേബി മെമ്മോറിയലിനെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുന്നെന്ന് വിചാരിക്കരുത്. കാരണം നമ്മളോട് ഈടാക്കുന്ന പൈസക്ക് തിരിച്ചും അതിൻ്റെ ആ ഒരു കെയറും ട്രീറ്റ്മെൻറ്റും കിട്ടണം നമുക്ക്, അല്ലേ? അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇല്ലാതെ പൈസ കൊടുത്തിട്ടും അങ്ങോട്ട് വരുന്നത്. ഒരുപാട് പൈസ സാധാരണക്കാരിൽ നിന്ന് ഈടാക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ മൂല്യം നമുക്കും കിട്ടണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ആ കുട്ടിക്ക് ഓക്കെ ആയോ, ഇനി എങ്ങനെയാണ് അവസ്ഥ ഒന്നും അറിയില്ല. ഇപ്പം വെൻറ്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് ഇപ്പം വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്? അനസ്തീഷ്യയാണോ, ഡോക്ടേഴ്സിൻ്റെ ഭാഗത്താണോ, അല്ലേ? എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു അനസ്തേഷ്യൊക്കെ ചെയ്യുമ്പം ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടാണോ ചെയ്തത്? ആരോഗ്യം നോക്കണ്ടേ? ഓരോരാൾക്ക് ഇത്ര ഡോസാണ് കൊടുക്കേണ്ടത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടേഴ്സ് ചെയ്തതെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ കുട്ടിയുടെ കാര്യം ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് ഇങ്ങനെ വന്നതെന്ന് അറിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മളെ കൊണ്ട് അതേ പറ്റില്ലല്ലേ. അപ്പോൾ ഇനി ഏതൊരു ഹോസ്പിറ്റലിൽ നിന്നും ഇങ്ങനെയുള്ളൊരു തെറ്റ് വരാണ്ടിരിക്കട്ടെ. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മളെ ജീവന് വേണ്ടിയിട്ടാണ് നമ്മളില്ലാത്ത പൈസയാക്കി പ്രൈവറ്റിലേക്ക് പോകുന്നത്, അല്ലേ? ഗവൺമെൻറ്റിനെക്കാട്ടി നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള മാന്യത തിരിച്ച് കിട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വെച്ചാൽ ഹോസ്പിറ്റൽ നോക്കിയിട്ടല്ല കേട്ടോ. ഒരിക്കലും ഹോസ്പിറ്റൽ നോക്കിയിട്ടല്ല എടുക്കുന്നത്. ഞാൻ അവിടെയുള്ള വിശ്വൻ ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുമായിട്ട് നല്ലൊരു ഇതുണ്ട്. അപ്പോൾ ആ ഡോക്ടറെ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ആ ഡോക്ടറെ അടുത്തും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം ആ ഹോസ്പിറ്റലായതുകൊണ്ട് ആ ഡോക്ടറെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അത്രയും നല്ല ഡോക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഡോക്ടറെ തന്നെ എപ്പോഴും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു. ഇനി ഏതൊരു ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അനാസ്ഥകൾ സംഭവിക്കാണ്ടിരിക്കട്ടെ. നമ്മളെ ജീവന് വേണ്ടിയിട്ട് പോകുമ്പം, അല്ലേ, അതിൻ്റെ ജീവൻ തരാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ. പിന്നെ എത്ര ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞാലും മരുന്നുകളാണെന്ന് പറഞ്ഞാലും അതിൻ്റേതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. പക്ഷെ അതല്ലല്ലോ, ഇതൊക്കെ അനസ്തേഷ്യ ചെയ്യുമ്പം ബോധം പോയി എന്നൊക്കെ പറയുമ്പം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ വരത്തില്ലായിരുന്നു, അല്ലേ? എന്താ പറയണ്ടേ? ശരിക്കും സത്യാവസ്ഥ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് പറയുന്നത്. സത്യാവസ്ഥ പുറത്ത് വരട്ടെ, എന്താ സംഭവം എന്നൊക്കെ പുറത്ത് വരട്ടെ. നമ്മളിപ്പം അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോ ചെയ്തു മാത്രം. ഇങ്ങനെയൊരു കാര്യം അറിഞ്ഞപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ എന്ന് നിങ്ങളോട് പറഞ്ഞു മാത്രം. അത്രയേ ഉള്ളൂ. ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.